ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം ഋഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 58-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അഷ്ടമഹിഷി ഉദ്വാഹങ്ങൾ. അതിൽ നേരത്തെ തന്നെ രുക്മിണി സ്വയംവരം കഴിഞ്ഞു. പിന്നീട് 55-ഉം 56-ഉം 57-ഉം അധ്യായങ്ങളിലൂടെ ശമന്തകോപാഖ്യാനത്തിലൂടെ ജാമ്പവതി വിവാഹവും സത്യഭാമ വിവാഹവും പറഞ്ഞു. അതിനുശേഷം പിന്നെ 58-ാം അധ്യായത്തിലാണ് 5 വിവാഹങ്ങൾ. ആദ്യ ഭാഗം കാളിന്തി വിവാഹം കണ്ടു. അതിനുശേഷം മിത്രവിന്ദ. പിന്നീട് നമ്മൾ ഇന്ന് രാവിലെ സത്യ അഥവാ നാഗ്നജിതി അല്ലെങ്കിൽ കൗസല്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ കോസല രാജാവിൻ്റെ മകളെ ഭഗവാൻ വിവാഹം കഴിച്ച കഥ കണ്ടു. അതിനുശേഷം ഭഗവാന്റെ മറ്റൊരു വിവാഹം കൂടി കണ്ടു. അത് പൂർത്തീകരിച്ചിട്ടില്ല നമ്മൾ. അതിനുശേഷം ഇനി 2 വിവാഹങ്ങൾ പറയാനിരിക്കുന്നു. ഭദ്രയുടെയും ലക്ഷ്മണയുടെയും വിവാഹം അവസാന ഭാഗത്ത് പറയും. അപ്പോൾ നമ്മൾ സത്യയുടെ വിവാഹം, ആ ഭഗവാന്റെ വിധിപ്രകാരമുള്ള വിവാഹം കഴിഞ്ഞു എന്ന് വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തുടർന്നുണ്ടായ കുറച്ച് കാര്യങ്ങൾ കൂടി അതിനോടനുബന്ധമായി കാണാനുണ്ട്. നമ്മൾ നിർത്തിയത് 47-ാം ശ്ലോകം വരെ പറഞ്ഞിട്ടാണ്. ഇനിയൊരു 11 ശ്ലോകങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് ആദ്യം വായിക്കാം. ഇന്ന് രാവിലെ എടുത്ത ഭാഗം വായിക്കാം. 32-ാം ശ്ലോകം മുതൽക്ക്. നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ മകളായ നാഗ്നജിതിയെ അല്ലെങ്കിൽ സത്യയെ ഭഗവാൻ വിവാഹം കഴിക്കുന്ന കഥയാണ് നമ്മൾ രാവിലെ 32-ാം ശ്ലോകം മുതൽക്ക് ആരംഭിച്ചത്. ആ ഭാഗം വായിക്കാം. 32-ാം ശ്ലോകം മുതൽക്ക് അധ്യായം അവസാനം വരെ വായിച്ച് നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 58-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 32-ാം ശ്ലോകം മുതൽക്ക്. നഗ്നജിന്നാമ കൗസല്യഃ ആസീത് രാജാതിധാർമ്മികഃ. തസ്യ സത്യാഭവത് കന്യാ ദേവീ നാഗ്നജിതി നൃപ. ന താം ശേകുർനൃപാവോഢും അജിത്വാ സപ്തഗോവൃഷാൻ. തീക്ഷ്ണശൃംഗാൻ സുദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ. താം ശ്രുത്വാ വൃഷജിത് ലഭ്യാം ഭഗവാൻ സത്വതംപതിഃ. ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃതഃ. സ കോസലപതിഃ പ്രീതഃ പ്രത്യുത്ഥാനാസനാദിഭിഃ. അർഹണേനാഭിഗുരുണാ പൂജയൻ പ്രതിനന്ദിതഃ. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേരമാപതിം. ഭൂയാദയം മേ പതിരാശിഷോമലാഃ. കരോതു സത്യായതി മേ ധൃതോ വ്രതൈഃ. യത്പാദപങ്കജരജഃ ശിരസാ ബിഭർത്തി. ശ്രീരബ്ജജ സഗിരിശഃ സഹലോകപാലൈഃ. ലീലാതനുഃ സുഹൃതസേതുപരീപ്സയേശഃ. കാലേ ദദത്സ ഭഗവാൻ മമ കേന തുഷ്യേത്. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗത്പതേ.
ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപകഃ. ശ്രീശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസനപരിഗ്രഹഃ മേഘഗംഭീരയാ വാച സസ്മിതം കുരു നന്ദന. ശ്രീഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിതാ രാജന്യബന്ധോർനിജധർമ്മവർത്തിനഃ തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം. രാജോവാച കോന്യസ്തേഭ്യധികോ നാദ കന്യാവരൈഹേപ്സിതഃ ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസത്യനപായിനി. കിം ത്വസ്മാഭികൃതഃ പൂർവം സമയഃ സത്വദർശഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ. സപ്തൈതേ ഗോവൃഷാ വീര ദുർദാന്താദുരവഗ്രഹാഃ ഏതൈർഭഗ്നാസ്സു ബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ. യദി മേ നിഗൃഹീതാസ്യുഃ ത്വയൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രിയഃ പതേ. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തധാ കൃത്വാ നിഗൃഹ്ണാത് ലീലയൈവ താൻ. ബദ്ധ്വാ താൻ താമഭിശൗരിഃ ഭഗ്നദർപ്പാൻ ഹതൗജസഃ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യദാ. തതഃ പ്രീതഃ സുതാം രാജാ ദതൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭുഃ. രാജപത്ന്യശ്ച ദുഹിതുഃ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവഃ. ശംഖഭേര്യാനകാനേതുഃ ഗീതവാദ്യദ്വിജാശിഷഃ നരാ നാര്യഃ പ്രമുദിതാഃ സുവാസസ്രകലങ്കൃതാഃ. ദശധേനുസഹസ്രാണി പാരിബർഹമദാദ് വിഭുഃ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവസുവാസസാം. നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ രഥാത് ശതഗുണാൻ അശ്വാൻ അശ്വാത് ശതഗുണാൻ നരാൻ. ദമ്പതീരഥമാരോപ്യ മഹത്യാ സേനയാ വൃതൗ സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസലഃ. ശ്രുത്വൈതദ്രുരുദുർഭൂപാഃ നയന്തം പതി കന്യകാം ഭഗ്നവീര്യാസു ദുർമർഷാഃ യദുഭിർഗോവൃഷൈഃ പുരാം. താനസ്യ തസ്സരവ്രാതാൻ ബന്ധുപ്രിയകൃതർജുനഃ ഗാണ്ഡീവീ കാലയാമാസ സിംഹക്ഷുദ്രമൃഗാനിവ. പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദൂനാം വൃഷഭോ ഭഗവാൻ ദേവകീസുതഃ. ശ്രുതകീർത്തേഃ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസുഃ കൈകേയീം പ്രാതിഭിർദത്താം കൃഷ്ണഃ സന്ദർദനാദിഭിഃ. സുതാം ച മദ്രാധിപതേഃ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരൈകഃ സ സുപർണഃ സുധാമിവ. അന്യാശ്ചൈവം വിദാ ഭാര്യാഃ കൃഷ്ണസ്യാസൻ സഹസ്രശഃ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃതാശ്ചാരുദർശനാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷ്യുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നമ്മൾ ഭഗവാന്റെ അഷ്ടമഹിഷി ഉദ്വാഹം, അതിൽ നാഗ്നജിതി എന്ന കോസല രാജാവിൻ്റെ മകളായ സത്യാദേവിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്ന കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നഗ്നജിത്ത് എന്നു പേരുള്ള കോസല രാജാവ് അതിധാർമ്മികനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സത്യ എന്നുള്ള പേരിൽ കന്യക പുത്രിയായിട്ടുണ്ടായിരുന്നു. അവളെ വിവാഹം ചെയ്യുവാനായിക്കൊണ്ട് രാജാക്കന്മാരൊന്നും ശക്തരായില്ല. എന്തുകൊണ്ട്? 7 കൂറ്റൻ കാളകൾ, അതിതീക്ഷ്ണമായ കൊമ്പുകളുള്ളവയും പിടിച്ചടക്കാൻ പ്രയാസമേറിയവയും വീരന്മാരുടെ ഗന്ധത്തെ സഹിക്കാത്തവയും ദുഷ്ടസ്വഭാവമുള്ള ആ കാളകളെ ആർക്കും പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിടിച്ചടക്കിയാൽ മാത്രമേ ഈ രാജാവ് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നുള്ളൂ, വീരശുൽക്കം. അപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഈ കാളകളെ ജയിച്ചാൽ ലഭിക്കുന്നവളാണ് ഇവൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താം ശ്രുത്വാ വൃഷജിത് ലഭ്യാം, വൃഷജിത്തുക്കൾക്ക് ലഭിക്കുന്നവളാണ് എന്ന് കരുതിക്കൊണ്ട് ഭക്തരക്ഷകനായ ഭഗവാൻ ആ കോസലപുരത്തിലേക്ക് തൻ്റെ വലിയൊരു സൈന്യവുമായിട്ട് ജഗാമ അവിടേക്ക് ഗമിച്ചു. ആ കോസലപതി ഭഗവാൻ എത്തിയതും സന്തോഷത്തോടെ അദ്ദേഹത്തെ പ്രത്യുത്ഥാന ആസനാദികളെ കൊണ്ട്, അതുപോലെ ഗുരുണാ അർഹണേന നല്ല ഗൗരവമേറിയ പൂജകളെ കൊണ്ടും സൽക്കരിച്ചു. അങ്ങനെ ഭഗവാനാലും അഭിനന്ദിക്കപ്പെട്ടു രാജാവ്. ഈ സുന്ദരനായ 3 ലോകങ്ങൾക്കും അഭിമതനായിരിക്കുന്ന ആ ഭഗവാനെ തൻ്റെ രാജധാനിയിൽ കണ്ടവളായിട്ടുള്ള നരേന്ദ്രകന്യ, ആ സത്യാദേവി, ഇദ്ദേഹം സാക്ഷാൽ രമാപതി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചകമേ അവളെ ഭഗവാനെ കാമിച്ചു. ഭൂയാദയം മേ പതിഹി, ഇദ്ദേഹം എൻ്റെ പതിയായി ഭവിക്കട്ടെ, എൻ്റെ ആശകളെയെല്ലാം ഞാൻ ഈശ്വരനെ വ്രതം കൊണ്ട് ഭജിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സത്യമായി തീരട്ടെ എന്നിങ്ങനെ ആ ദേവി പ്രാർത്ഥിച്ചു. ഏതൊരു ഭഗവാന്റെ പാദ രജസ്സുകളാണോ ലക്ഷ്മീദേവിയും ബ്രഹ്മദേവനും മഹാദേവനോടുകൂടെ ലോകപാലന്മാരോടുകൂടി അവരുടെ ശിരസിൽ ധരിക്കുന്നത്, ഏതൊരു ഭഗവാനാണോ താൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള ധർമ്മം എന്ന സേതുവെ രക്ഷിക്കുവാനായിക്കൊണ്ട് സുകൃത സേതു പരീപ്സയാ, തൻ്റെ തന്നെ നിയമങ്ങളെ ലോകത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീലാ തനുഹു, ലീലയായി ശരീരമെടുക്കുന്നവൻ, അവതാരമൂർത്തികളെ ധരിക്കുന്നവനായ ഈശൻ, കാലാകാലങ്ങളിൽ അവതാരമൂർത്തികളെ ധരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഞാൻ എന്തു ചെയ്താൽ പ്രസാദിക്കും, ആ ഭഗവാൻ എൻ്റെ നേരെ എങ്ങനെ പ്രസാദിക്കും, ആ ഭഗവാൻ എന്നെ സ്വീകരിക്കില്ലേ എന്നിങ്ങനെ ആ കന്യക പ്രാർത്ഥിച്ചു എന്ന രാജാവ് ഇദ്ദേഹത്തെ ഭഗവാനെ വേണ്ട പോലെ പൂജിച്ച ശേഷം ഭഗവാനോട് പറഞ്ഞു, ഹേ നാരായണ ജഗത്പതേ, ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണിക്കും അല്പകഃ, ഈ അല്പനായിട്ടുള്ള ഞാൻ ആത്മാനന്ദം കൊണ്ട് തന്നെ സ്വയം പൂർണ്ണനായിരിക്കുന്ന അങ്ങയ്ക്ക് എന്തു ചെയ്തു തരണം, ഞാൻ എന്തു ചെയ്യാം എന്ന് ചോദിച്ചു. ഭഗവാൻ സന്തോഷത്തോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ പൂജയെല്ലാം സ്വീകരിച്ചുകൊണ്ട് നല്ല മേഘഗംഭീരമായ വാക്കുകളെ കൊണ്ട് ചിരിച്ചുകൊണ്ട് ആ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ രാജാവേ, ക്ഷത്രിയ കുലജാതന്മാർക്ക്, അവനവൻ്റെ ധർമ്മത്തിൽ നടക്കുന്നവരായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് മറ്റുള്ളവരോട് യാചിക്കുക അഥവാ ദാനം സ്വീകരിക്കുക എന്നുള്ളത് ഋഷീശ്വരന്മാർ നിന്ദിച്ചിട്ടുള്ള കാര്യമാണ്. യാജ്ഞാ കവിഭൃർ വിഗർഹിത, കവികളാൽ ഗർഹിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എങ്കിലും തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ, അങ്ങയോടുള്ള സൗഹൃദേച്ഛ കൊണ്ട് ഞാൻ യാചിക്കുകയാണ്. എന്താ? ത്വദീയാം കന്യാം, അങ്ങയുടെ മകളെ എനിക്ക് തരണമേ. നഹി ശുൽക്കതാവയം, അങ്ങ് എന്തെങ്കിലും ശുൽക്കം ആവശ്യപ്പെട്ടാൽ തരാനുള്ള കഴിവൊന്നുമുള്ളവരല്ല ഞങ്ങൾ. ഈ മത്സരത്തിൽ ജയിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. ഈ കാളകളെ ബന്ധിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള സൂചനകൾ കൊടുത്തു ഭഗവാൻ. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങയേക്കാൾ യോഗ്യനായിട്ടുള്ള മറ്റൊരു കന്യാവരൻ ആരാണ് ഈ ലോകത്തിലുള്ളത്? എല്ലാ ഗുണങ്ങളുടെയും ധാമമായിരിക്കുന്ന ഏതൊരു അങ്ങയുടെ ശരീരത്തിൽ സാക്ഷാൽ ലക്ഷ്മീദേവി എപ്പോഴും പിരിയാതിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെപ്പോലെ യോഗ്യനായിട്ടുള്ളൊരു കന്യാവരൻ ആരാണുള്ളത്? അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് അർഹൻ തന്നെയാണ്.
പക്ഷേ കിന്തു അസ്മാഭിഹി പൂർവം കൃതഃ സമയഃ, ഞങ്ങൾ മുമ്പേ തന്നെ ഒരു നിശ്ചയം വെച്ചിട്ടുണ്ട്, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവരുടെ വീര്യപരീക്ഷാർത്ഥം കന്യാവര പരീക്ഷയ, കന്യയെ വരിക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന പുരുഷന്മാരുടെ വീര്യത്തെ പരീക്ഷിക്കാനായിക്കൊണ്ട് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. 7 കാളകൾ, കൂറ്റന്മാർ, ആരാലും അടക്കാൻ പറ്റാത്ത, ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്ത ആ ശക്തന്മാരായിട്ടുള്ള കാളകളെ അനേക രാജാക്കന്മാർ വന്ന് അവരുടെ ശരീരമെല്ലാം ഭേദിക്കപ്പെട്ട് ഭഗ്നാശരായി മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോ ആ നിയമം അങ്ങേക്കും ബാധകമാണ്, അതല്ലെങ്കിൽ അത് ന്യായമല്ല. അതുകൊണ്ട് ഈ കാളകളെ അങ്ങ് ബന്ധിക്കുകയാണെങ്കിൽ ഭവാൻ അഭിമതോ വരഹ ദുഹിതുർമേ ശ്രീയപതേ, ലക്ഷ്മീപതിയായ അങ്ങേക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാം, എൻ്റെ മകളുടെ അഭിമതനായ വരനാകുന്നു അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വ്യവസ്ഥ അറിയിച്ചു. ഈ വ്യവസ്ഥ കേട്ടതായിട്ടുള്ള ഭഗവാൻ എന്താ പറയുക, കച്ചകെട്ടി ബദ്വാ പരികരം, ഉടനെ തന്നെ തന്നെ 7 ചെയ്തു. ആത്മാനം സപ്തധാകൃത്വ നഗൃണ്ണാത് ലീലയൈവതാൻ, ആ കളിയായിട്ട് ആ 7 കാളകളെയും നല്ലതുപോലെ ഗ്രഹിച്ചു, പിടിച്ചു, ബന്ധിച്ചു. ഭഗവാൻ ആ 7 കാളകളെയും കയറുകളെ കൊണ്ട് ബന്ധിച്ച് അവരുടെ ദർപ്പമെല്ലാം അടക്കി, ഓജസ്സിനെയെല്ലാം അടക്കി. ഒരു കുട്ടി എങ്ങനെയാണോ പാവകളെ വലിച്ചു കഴിച്ച് നടക്കുന്നത്, അതുപോലെ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ, മരപ്പാവകളെ വലിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഇവരെ നിയന്ത്രിച്ചുകൊണ്ട് നടന്നു. ഉടനെ തതഃ പ്രീതസുതാം രാജാ ദദൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭുഃ. അപ്പോൾ ആ രാജാവ്, പ്രീതനായിട്ടുള്ള രാജാവ് വിസ്മയിച്ചുകൊണ്ട് കൃഷ്ണനായിക്കൊണ്ട് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഭഗവാനോ വിധിവത് സദൃശീം താം പ്രത്യഗൃഹാത്, വിവാഹ വിധിപ്രകാരം ഭഗവാൻ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടെ ആ കന്യകയെ വിവാഹം കഴിച്ചു. കോസല രാജ്യത്തിൽ വെച്ച് തന്നെ വിവാഹം നടന്നു. അതിനുശേഷം ഇനി ഭഗവാൻ വധുവിനെയും കൂട്ടി സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് പോവുകയാണ്. ആ പോകാൻ നിൽക്കുമ്പോഴാണ് മറ്റ് ശത്രുക്കളായ രാജാക്കന്മാർ വന്ന് ഭഗവാനെ ആക്രമിക്കുന്നത്. ആ സമയത്ത് അർജുനൻ വന്ന് ഭഗവാന്റെ സഹായിയായി ഇവരെയൊക്കെ തോൽപ്പിക്കുന്ന കഥ ഇതാ നമുക്ക് കാണാം. 48-ാം ശ്ലോകം മുതൽക്ക് കാണാം. രാജപത്ന്യശ്ച ദുഹിദുഃ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവഃ. രാജപത്ന്യശ്ച ദുഹിദുഃ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവഃ. അപ്പോ ദുഹിദുഹു പ്രിയം കൃഷ്ണം പതിം ലബ്ധ്വ, ദുഹിതാവിന് അഥവാ മകൾക്ക്, പുത്രിക്ക് പ്രിയനായിരിക്കുന്ന, ഇഷ്ടനായിരിക്കുന്ന, അവൾക്ക് ഇഷ്ടമുള്ളവനായ കൃഷ്ണനെ തന്നെ, കൃഷ്ണം പതിം ലബ്ധ്വ, കൃഷ്ണനെ തന്നെ ഭർത്താവായി ലഭിച്ചിട്ട് രാജപത്ന്യ, ആ രാജാവിന്റെ, നഗ്നജിത്ത് രാജാവിന്റെ, കോസല രാജാവിന്റെ ഭാര്യമാർ പരമാനന്ദം ലഭിരേ, പരമാനന്ദത്തെ ലഭിച്ചു. അവർക്കെല്ലാം പരമാനന്ദമായി. ആ രാജ്ഞിമാരെല്ലാം സന്തോഷിച്ചു. പരമോത്സവഃ ജാതഃ ച, ആ കോസല രാജ്യത്ത് അയോധ്യാപുരിയിൽ എന്ന് പറയാമാണെങ്കിൽ സാകേതപുരിയിൽ പരമോത്സവഃ ജാതഃ, പരമമായ ഉത്സവം സംഭവിച്ചു. അപ്പോ എന്താ പറയുക, കോസലപുരി സൂര്യവംശമാണ്. ശ്രീരാമസ്വാമിയുടെ അനന്തരവന്മാരുടെ വംശമാണിത്. അവിടെ വച്ചിട്ടാണ് ഈ ശ്രീരാമസ്വാമി ഉണ്ടായിരുന്നത് ത്രേതായുഗത്തില്, ഇത് ദ്വാപരയുഗത്തിന്റെ അവസാന കാലം. അപ്പൊ എന്തായാലും ആ വംശത്തിലുള്ള കോസല രാജാവിന്റെ മകളെ ഭഗവാൻ വിവാഹം കഴിച്ചു. രാജാവ് പരമാനന്ദത്തെ പ്രാപിച്ചു. രാജ്ഞിമാർ ആനന്ദിച്ചു.
ആ രാജ്യത്ത് തന്നെ പരമ ഉത്സവമായി. പരമോത്സവ ജാതഃ ച. ശംഖഭേര്യാനകാനേതു ഗീതവാദ്യദ്വിജാശിഷഃ നരാ നാര്യഃ പ്രമുദിതാഃ സുവാസസ്രഗ്ഗലംകൃതാഃ. ശംഖഭേര്യാനകാനേതു ഗീതവാദ്യദ്വിജാശിഷഃ നരാ നാര്യഃ പ്രമുദിതാഃ സുവാസസ്രഗ്ഗലംകൃതാഃ. ശംഖഭേരി ആനകാ ഗീതവാദ്യ ദ്വിജാശിഷഃ നേതുഹു. നേതുഹു അപ്പോൾ അവിടെ എന്തെല്ലാം നാദങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. ശംഖം എന്നുള്ള അതിൻ്റെ ശംഖത്തിൻ്റെ ഘോഷം, ഭേരി എന്ന് പറയുന്ന വലിയ വാദ്യങ്ങൾ, ആനകങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള വലിയ തപ്പട്ടകൾ അല്ലെങ്കിൽ പെരുമ്പറകൾ എന്നൊക്കെ പറയാവുന്ന വലിയ വലിയ വാദ്യങ്ങൾ എല്ലാം, അതുപോലെ ഗീതം, വാദ്യം, ഗീതം പാട്ടുകൾ, വാദ്യങ്ങൾ, മറ്റു വാദ്യങ്ങളും, ദ്വിജ ആശിഷ ബ്രാഹ്മണരുടെ ആശീർവചനങ്ങൾ അഥവാ മംഗളവചനങ്ങൾ, വേദമന്ത്രങ്ങൾ എല്ലാം, അങ്ങനെയുള്ള ബ്രാഹ്മണ ആശീർവാദം ഇവയെല്ലാം നേതുഹു അവിടെ മുഴങ്ങി നടത്തുന്ന നാദം ചെയ്തു. സുവാസ സ്രഗ്ഗലംകൃതാഹ നരാഹ നാര്യഃ പ്രമുദിതാഹ. അവിടെ സുവാസഹ എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ, സ്രഗ് എന്ന് പറഞ്ഞാൽ പൂമാലകൾ, അലങ്കൃതാഹ മറ്റ് അലങ്കാരങ്ങളെല്ലാം ധരിച്ചവർ. അപ്പോൾ കല്യാണ ഉത്സവം ആ അയോധ്യാപുരിയിൽ അല്ലെങ്കിൽ കോസല രാജധാനിയിൽ ഗംഭീരമായി അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ നല്ല വസ്ത്രങ്ങളും നല്ല മാലകളുമൊക്കെ ധരിച്ചവരായി അലങ്കാരം ചെയ്ത് നരാഹ നാര്യഃ ച പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പ്രമുദിതാഹ പ്രകർഷേണ മുദിതാഹ നല്ല സന്തോഷമുള്ളവരായി ഭവിച്ചു. അപ്പോൾ ആ കോസല രാജധാനി വലിയൊരു ഉത്സാഹം പ്രകടിപ്പിച്ചു, അഥവാ ഉത്സവമായി തീർന്നു. ദശധേനു സഹസ്രാണി പാരിബർഹം അദ്വിഭുഃ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവ സുവാസസാം. നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ രഥാത് ശതഗുണാൻ അശ്വാൻ അശ്വാത് ശതഗുണാൻ നരാൻ. ദമ്പതീരഥമാരോപ്യ മഹത്യാ സേനയാവൃതൗ സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസലഃ. ദശധേനു സഹസ്രാണി പാരിബർഹം അദ്വിഭുഃ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവ സുവാസസാം. ആ രാജാവ്, നഗ്നജിത്ത് എന്ന രാജാവ് സന്തോഷപൂർവ്വം തന്റെ മകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. പാരിബർഹം അദാത് വിഭുഹു. വിഭുഹു എന്ന് പറഞ്ഞാൽ ശക്തനായ യോഗ്യനായ രാജാവ്. പാരിബർഹം, പാരിബർഹം സമ്മാനം, സ്ത്രീധനം എന്നൊക്കെ പറയാം. തന്റെ മകൾക്ക് ധനത്തെ ധാരാളമായിട്ട് കൊടുത്തു. സ്ത്രീക്ക് കൊടുക്കുന്ന ധനമായതുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്നത് സമ്മാനം തന്നെയാണ്. തന്റെ മകൾക്ക് കൊടുക്കുന്ന സമ്മാനം അത് അദ്ദേഹം ഇഷ്ടം പോലെ കൊടുത്തു. അതാണ് പാരിബർഹം അതാത്. അതാത് എന്ന് പറഞ്ഞാൽ ദാനം ചെയ്തു. എന്തൊക്കെയാ കൊടുത്തത്? ദശധേനു സഹസ്രാണി. ധേനു സഹസ്രങ്ങൾ 10 എന്ന് പറഞ്ഞാലോ സഹസ്രം 1000 10 എന്ന് അതിനെ പെരിക്കാലോ 10,000. അപ്പൊ 10,000 പശുക്കളെ കൊടുത്തു മകൾക്ക് ധനമായിട്ട്. വരന് സമ്മാനമായിട്ട് 10,000 പശുക്കളെ. ദശധേനു സഹസ്രാണി നിഷ്കഗ്രീവ സുവാസസാം യുവതീനാം ത്രിസാഹസ്രം. ത്രിസാഹസ്രം എന്ന് പറഞ്ഞാൽ 3000. ആരുടെ 3000? യുവതീനാം ത്രിസാഹസ്രം. യുവതികളായ സ്ത്രീകൾ ദാസികളായിട്ട് ഇവളെ സേവിക്കാനായിക്കൊണ്ട് കോസല ദേശത്തു നിന്ന് ദ്വാരകയിലേക്ക് 3000 സ്ത്രീകളെ കൊടുത്തു. അവരെങ്ങനെയുള്ളവര്? നിഷ്കഗ്രീവ സുവാസസ. അവർ ദരിദ്രവാസികളല്ല. നിഷ്കഗ്രീവം എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടത്തില് ഗ്രീവത്തില് നിഷ്കം. നിഷ്കം എന്നാൽ നെക്ലേസ്, നല്ല പതക്കമുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള നെക്ലേസ് ധരിച്ചിട്ടുള്ളവരായിട്ടുള്ള സ്ത്രീകൾ എന്നർത്ഥം. നിഷ്കഗ്രീവം എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ നെക്ലേസ് ധരിച്ചവരും
സുവാസസം നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരും പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചവരുമായിട്ടുള്ള യുവതികളുടെ 3000 സമ്മാനമായിട്ട് രാജാവ് കൊടുത്തു. 3,000 വിഭുഹു പാരിബർഹം മദാദ്, പാരിബർഹമായി സമ്മാനമായി തന്റെ മകൾക്ക് കൊടുത്തു എന്നാണ്. അപ്പൊ ഗംഭീരമാക്കി രാജാവ് തന്റെ മകളുടെ വിവാഹം. അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ കൊടുത്തു? നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ, രഥാത് ശതഗുണാൻ അശ്വാൻ, അശ്വാത് ശതഗുണാൻ നരാൻ. ചതുരംഗ സൈന്യത്തെ കൊടുക്കുന്നതാണ്. അതിന്റെ സംഖ്യ പറയാണ് നവനാഗസഹസ്രാണി. നാഗം എന്ന് പറഞ്ഞാൽ ആന. ഇവിടെ നാഗം എന്നുള്ളത് ആനയുടെ പര്യായമായിട്ടാണ് ഇവിടെ ഗമിക്കുന്നത് എന്നാണ് അർത്ഥം. അത് അചലമായിട്ടുള്ളൊരു വസ്തുവല്ല, സ്ഥാവരമല്ല, സഞ്ചരിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന നാമമാണ് നാഗം. നാഗം. അപ്പോ നാഗസഹസ്രങ്ങൾ 9 എന്ന് പറഞ്ഞാലോ 9,000 ആനകളെ കൊടുത്തു. നല്ല ആനകളെ സൈന്യത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് കൊടുത്തു, മകളെ സേവിക്കാൻ, മകളുടെ ഭർത്താവിനെ സേവിക്കാൻ. നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ. എത്ര ആന കൊടുത്തു അതിന്റെ 100 ഇരട്ടി രഥങ്ങളെ കൊടുത്തു. അപ്പോ 9,000 ആനകളെ കൊടുത്താൽ അതിന്റെ കൂടെ 2 പൂജ്യം കൂടി കൂട്ടിയാൽ മതി, 9 ലക്ഷമാവും. 9 ലക്ഷം രഥങ്ങളെ കൊടുത്തു. അവിടുന്ന് രഥാത് ശതഗുണാൻ അശ്വാൻ, രഥങ്ങളിൽ വെച്ച് 100 ഇരട്ടി കുതിരകളെ കൊടുത്തു, അശ്വങ്ങളെ കൊടുത്തു. അപ്പോൾ 9 ലക്ഷത്തിന്റെ കൂടെ പിന്നെയും ഒരു 2 പൂജ്യം കൂട്ടുക, 9 കോടിയാണ് അല്ലേ? എന്തായാലും അനന്തം എന്നെടുത്താൽ മതി നമ്മള്. ശതഗുണം ശതഗുണം എന്നുള്ളത് അനന്തഗുണം അനന്തഗുണം അല്ലെങ്കിൽ 10 മടങ്ങ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അപ്പൊ 9 കോടി കുതിരകൾ. അതുപോലെ അശ്വാത് ശതഗുണാൻ നരാൻ, കുതിരകളിൽ വെച്ച് 100 ഇരട്ടി മനുഷ്യരെയും സേനാനികളെയും കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9 കോടിയുടെ 100 ഇരട്ടി എന്ന് പറയുമ്പോൾ 900 കോടിയാവും. അതിന്ന് ഭൂമിയിൽ ജനസംഖ്യ ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു സഹസ്രം സഹസ്രം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളൊരു അനന്തം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അതിന്റെ 10 മടങ്ങ് 10 മടങ്ങ് 10 മടങ്ങ് ധാരാളമായിട്ട് സങ്കോചമില്ലാതെ ലോഭമില്ലാതെ എന്നൊക്കെ അർത്ഥത്തിൽ എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അനേകം ചതുരംഗ സൈന്യത്തെ കൃഷ്ണന് സമ്മാനമായിട്ട് രാജാവ് കൊടുത്തു എന്ന് താല്പര്യം. നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ, രഥാത് ശതഗുണാൻ അശ്വാൻ, അശ്വാത് ശതഗുണാൻ നരാൻ. ദമ്പതി രഥമാരോപ്യ മഹത്യാ സേനയാ വൃതൗ, സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസലഃ. മഹത്യാ സേനയാ വൃതൗ ദമ്പതി, വലിയ സേനയോട് സേവിക്കപ്പെട്ട ചുറ്റപ്പെട്ടവരായ ഈ 2 പേർ ദമ്പതികൾ. ദമ്പതി എന്ന് ദീർഘം പറയുമ്പോൾ ദ്വൗ എന്നുള്ള അർത്ഥത്തിലാണ്. ദമ്പതികളായ അവർ രഥം ആരോപ്യ, അവരെ രഥത്തിൽ കയറ്റിയിട്ട് സ്നേഹപ്രക്ലിന്ന ഹൃദയ കോസലഃ യാപയാമാസ, സ്നേഹ ആർദ്രമായിട്ടുള്ള മനസ്സോടുകൂടെ എന്നർത്ഥം. പ്രക്ലിന്നം ആർദ്രം. അപ്പൊ അലിയുന്ന സ്നേഹവാത്സല്യം കൊണ്ട് വിഷമത്തോടുകൂടി മകളെ പിരിയുന്ന വിരഹ ദുഃഖത്തോടു കൂടിയിട്ട് ആർദ്രതയോടുകൂടിയ മനസ്സോടുകൂടെ ആ കോസല രാജാവ് യാപയാമാസ, യാത്രയാക്കി എന്നർത്ഥം. മകളെയും വരനെയും അവരുടെ നാട്ടിലേക്ക് ദ്വാരകയിലേക്ക് യാത്രയാക്കി. ഭഗവാൻ വന്ന കാര്യം സാധിച്ച് മടങ്ങിപ്പോവുകയാണ് സമ്മാനിതനായിട്ട്. കന്യയെയും കിട്ടി, കന്യകയുടെ കൂടെ ധാരാളം സമ്മാനങ്ങളും കിട്ടി. അപ്പോൾ എന്തുണ്ടായി? ശ്രുത്വൈതത് രുരുധുർഭൂപാഃ നയന്തം പഥി കന്യകാം ഭഗ്നവീര്യാ സുദുർമർഷാഃ യദുഭിർഗോ വൃഷൈഃ പുരാ. ശ്രുത്വൈതത് രുരുധുർഭൂപാഃ നയന്തം പഥി കന്യകാം
ഭഗ്നവീര്യാഃ സുദുർമർഷ യദുഭിർഗോവൃഷൈഃ പുരാ. അപ്പോ പുരാ യദുഭിഃ ഗോവൃഷൈഃ ഭഗ്നവീര്യാഃ സുദുർമർഷാഃ ഭൂപാഃ. ഭൂപാഃ രാജാഃ, രാജാക്കന്മാർ. അവരെങ്ങനെയുള്ളവര്? പണ്ട് യദുഭിഃ ഭഗ്നവീര്യാഃ, യാദവന്മാരാൽ വീര്യം നശിപ്പിക്കപ്പെട്ടവർ, യാദവന്മാരോട് തോൽവി പ്രാപിച്ചിട്ടുള്ളവർ. എപ്പോഴായിരിക്കാം? രുക്മിണീ സ്വയംവര കാലത്തായിരിക്കാം. അപ്പൊ രുക്മിണീ സ്വയംവര കാലത്ത് ശിശുപാലനെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ, ശിശുപാലൻ അടക്കമുണ്ടാവും ചിലപ്പോൾ ഇതിലും. അപ്പൊ ശിശുപാലാദി രാജാക്കന്മാർ അന്ന് യാദവന്മാരാൽ പരാജിതരായി. അവരാണ് പുരാ യദുഭിഃ ഭഗ്നവീര്യാഃ ഗോവൃഷൈഃ ഭഗ്നവീര്യാഃ. അവർ തന്നെ സത്യയെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ ഈ കാളകളെ ബന്ധിക്കണമെന്നുള്ള വ്യവസ്ഥയറിഞ്ഞ് കാളകൾക്ക് നേരെ ജല്ലിക്കെട്ടിന് പുറപ്പെട്ട്, അല്ലെ, കാളയെ ബന്ധിക്കാനായിട്ട് പുറപ്പെട്ട് അവരുടെ വീര്യമെല്ലാം കാളകൾ കുത്തിമലർത്തി. അങ്ങനെ കാളകളാലും വീര്യം നശിപ്പിക്കപ്പെട്ട ഭഗ്നവീര്യരായിട്ടുള്ള ആ രാജാക്കന്മാർ നൃപാഹ സുദുർമർഷാഹ ഭൂപാഹ. സുദുർമർഷാഹ എന്ന് പറഞ്ഞാല് അവർക്ക് സഹിക്കുന്നില്ല, അവർക്ക് മർഷം ചെയ്യാൻ പറ്റുന്നില്ല. അമർഷം തന്നെയാണ് ദുർമർഷം. അപ്പോ സഹിക്കാൻ പറ്റാതെ ഈ ഒരു കാര്യം കൃഷ്ണൻ സത്യയെയും അടിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾക്കൊന്നും സാധിക്കാത്ത കാര്യം കൃഷ്ണൻ എന്തോ മാജിക് കാണിച്ച് കാളകളെ ബന്ധിച്ചിരിക്കുന്നു, അവളെ കൊണ്ടുപോകുന്നു. എന്തോ മാജിക്കാണ്, അല്ലേ, അവരെ സംബന്ധിച്ച്. അപ്പൊ എന്തായാലും അത് സഹിക്കുന്നില്ല അവർക്ക്. ദുർമർഷന്മാരായിട്ടുള്ള രാജാക്കന്മാർ ഏതത് ശ്രുത്വ, ഈ വിവരം കേട്ട് കന്യകാം നയന്തം, ഈ കന്യകയെ സത്യയെ കൊണ്ടുപോകുന്നവനായിട്ടുള്ള ഭഗവാന്റെ നേരെ പതി രുരുദു, പതി പന്താവിൽ വഴിയിൽ വെച്ച് രോധിച്ചു, തടഞ്ഞു എന്നർത്ഥം. ഗരാവോ ചെയ്തു, അഥവാ യുദ്ധം കൊണ്ട് നേരിട്ടു എന്നർത്ഥം. ആയുധങ്ങളുമായിട്ട് ഭഗവാനെ നേരിട്ടു, തടഞ്ഞു. ഭഗവാൻ ഇവർക്കൊന്നും സാധിക്കാത്ത കാര്യം സാധിച്ച് കന്യകയെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് അസൂയ മൂത്ത്, മത്സരബുദ്ധി മൂത്ത്, സഹിക്കാൻ പറ്റാതെ എല്ലാവരും ഭഗവാന്റെ നേരെ വന്നു. അപ്പോഴോ താൻ അസ്യതശരവ്രാതാൻ ബന്ധുപ്രിയകൃതർജുനഃ ഗാണ്ഡീവീ കാലയാമാസ സിംഹഃ ക്ഷുദ്രമൃഗാനിവ. താൻ അസ്യത ശരവ്രാതാൻ ബന്ധുപ്രിയകൃതർജുനഃ ഗാണ്ഡീവീ കാലയാമാസ സിംഹഃ ക്ഷുദ്രമൃഗാനിവ. ശരവ്രാതാൻ അസ്യതഃ താൻ, താൻ എന്ന് പറഞ്ഞാൽ അവരെ, ആ രാജാക്കന്മാരെ. അവരെന്ത് ചെയ്യായിരുന്നു? ശരവ്രാതാൻ അസ്യതഃ, ശരവ്രാതങ്ങൾ, ശരസമൂഹങ്ങൾ, അസ്ത്രങ്ങളുടെ കൂട്ടം. അതിനെ അസ്യതഃ, അസിക്കുക എന്ന് പറഞ്ഞാൽ വിക്ഷേപിക്കുക. അതുകൊണ്ടാണ് അതിന് അസ്ത്രം എന്നും പേര് വരുന്നത്. അല്ലേ, അസനേന ത്രായതേ ഇതി അസ്ത്രം. സ്വയം വിക്ഷേപിച്ച് അവനവനെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് അസ്ത്രം. അസ്യതേ ഇതി അസ്ത്രം, വിക്ഷേപിക്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും ശരവ്രാതാൻ അസ്യതഃ താൻ, അസ്ത്രസമൂഹങ്ങളെ പ്രക്ഷേപിക്കുന്നവരായ അവരെ, ബന്ധുപ്രിയകൃത് ഗാണ്ഡീവീ അർജുനഃ, ബന്ധുവിന് പ്രിയം ചെയ്യുന്നവൻ, തന്റെ ബന്ധുവായ അമ്മാമന്റെ മകനായ കൃഷ്ണന് സഹായം ചെയ്യാനായിക്കൊണ്ട് ഗാണ്ഡീവി, ഗാണ്ഡീവം എന്ന വില്ലേന്തിയവനായ അർജുനഃ, അർജുനൻ വന്ന് ക്ഷുദ്രമൃഗാൻ സിംഹഃ ഇവ കാലയാമാസ, ക്ഷുദ്രമൃഗങ്ങളെ, നിസാര മൃഗങ്ങളെ സിംഹം എന്ന പോലെ, കുറുനരികളെയും അതുപോലെയുള്ള ചെന്നായിക്കളെയും ഒക്കെ എങ്ങനെ സിംഹം ഓടിക്കുമോ അതുപോലെ ഗാണ്ഡീവിയായ അർജുനൻ വന്ന് അവരെല്ലാം കാലയാമാസ, എല്ലാവരെയും കലനം ചെയ്യിപ്പിച്ചു, എല്ലാവരെയും ഓടിച്ചു, അവിടുന്ന് അകറ്റി. അപ്പൊ ഗാണ്ഡീവിയായ അർജുനൻ അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു. ഭഗവാന്റെ
രക്ഷയ്ക്കായിക്കൊണ്ട്. ഭഗവാന് അർജുനന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അർജുനന് അങ്ങനൊരു അവസരം കൊടുത്തു ഭഗവാൻ എന്ന് പറയാം. അങ്ങനെ അർജുനൻ വന്ന് ഇവരെല്ലാം ജയിച്ചു, ഓടിച്ചു വിട്ടു, എല്ലാവരെയും ശത്രുക്കളെയൊക്കെ ഓടിച്ചു വിട്ടു. പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദൂനാം ഋഷഭോ ഭഗവാൻ ദേവകീസുതഃ. പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദൂനാം ഋഷഭോ ഭഗവാൻ ദേവകീസുതഃ. യദൂനാം ഋഷഭഃ ദേവകീസുതഃ ഭഗവാൻ. യാദവന്മാരിൽ വെച്ച് ഋഷഭൻ നായകനായ നാഥനായ ദേവകീസുതനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പാരിബർഹം ഉപാഗൃഹ്യ, അച്ഛൻ കൊടുത്ത സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നു. സമ്മാനങ്ങളുമായി വന്ന് സത്യയാ, സത്യ എന്ന കന്യകയോടുകൂടെ ദ്വാരകാമേത്യ, ദ്വാരകയെ പ്രാപിച്ച് രേമേ, രമിച്ചു, സന്തോഷിച്ചു, സന്തോഷമായി കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ അവിടുന്ന് തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവിടെ ചടങ്ങുകളൊന്നുമില്ല, റിസപ്ഷൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ല. അവിടുന്ന് തന്നെ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അവിടുന്ന് കൊണ്ടുവന്ന സമ്മാനങ്ങളോടുകൂടെ ചതുരംഗ സൈന്യവും മറ്റ് ആനയും കുതിരയും എന്നൊക്കെ പറഞ്ഞില്ലേ, എന്തെല്ലാം കൊടുത്തു അതെല്ലാം, തോഴിമാരും എല്ലാം ഉണ്ട്. അതോടുകൂടി വന്ന് സത്യയോടുകൂടെ ദ്വാരകയെ പ്രാപിച്ച് ഭഗവാൻ സന്തോഷമായി കഴിഞ്ഞു. രേമേ എന്ന് പറഞ്ഞാൽ ക്രീഡിച്ചു, സന്തോഷിച്ചു. അങ്ങനെ സത്യ എന്ന കൗസല്യ ദേവിയുടെ അഥവാ നഗ്നജിതി ദേവിയുടെ വിവാഹം വർണ്ണിച്ചു അല്ലേ. തുടർന്ന് മറ്റ് രണ്ട് വിവാഹങ്ങൾ ഓരോരോ ശ്ലോകങ്ങളിൽ ചുരുക്കി പറയുകയാണ്. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസുഃ കൈകേയീം ഭ്രാതൃഭിർദത്താം കൃഷ്ണഃ സന്ദർദനാദിഭിഃ. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസുഃ കൈകേയീം ഭ്രാതൃഭിർദത്താം കൃഷ്ണഃ സന്ദർദനാദിഭിഃ. പിതൃശ്വസുഃ, പിതാവിന്റെ സഹോദരിയായ ശ്രുതകീർത്തേഹേ സുത, ശ്രുതകീർത്തി എന്ന് പറയുന്ന അമ്മയുടെ മകളെ. അപ്പൊ ഭഗവാന്റെ മറ്റൊരു പിതൃസ്വസാവിനെ നമ്മൾ പരിചയപ്പെട്ടു, രാജാദിദേവി. ഇനി ഒരു പിതൃസ്വസാവാണ് കുന്തിദേവി. ഇനിയൊരു പിതൃസ്വസാവാണ് ശിശുപാലന്റെ അമ്മ. അവരുടെ പേരെവിടെയും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. ചേതിരാജാവായ ശിശുപാലന്റെ നവമസ്കന്ധത്തിലുണ്ട്. നവമസ്കന്ധത്തിൽ വസുദേവരുടെ ഇന്ന സഹോദരിമാരെ ഇന്നവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയും. അപ്പൊ നവമസ്കന്ധത്തിൽ കാണും, ഇവിടെ എവിടെയും പറയുന്നതായിട്ട് കേൾക്കില്ല. അപ്പൊ ശിശുപാലന്റെ അമ്മയാണ്. അതൊരു അച്ഛൻ പെങ്ങള്, കുന്തിദേവി മറ്റൊരച്ഛൻ പെങ്ങള്, രാജാദിദേവി ഒരു അച്ഛൻ പെങ്ങള്, ശ്രുതകീർത്തി മറ്റൊരച്ഛൻ പെങ്ങള്. ഇങ്ങനെ വസുദേവരുടെ 4 സഹോദരിമാരാണ് ഇവര്. അതിൽ 2 പേരുടെ മക്കളെയാണ്, രാജാദിദേവിയുടെയും ശ്രുതകീർത്തിയുടെയും പെൺമക്കളെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ശിശുപാലന് സഹോദരിമാരുണ്ടോ എന്നറിയില്ല. നവമസ്കന്ധത്തിൽ നോക്കിയാലുണ്ടാവും ചിലപ്പോൾ. അതുപോലെ പാണ്ഡവന്മാർക്ക് സഹോദരിമാരില്ല. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇവിടെ ശ്രുതകീർത്തി ശ്രദ്ധിക്കുക. ശ്രുതസ്രവ അതാരുടെ പേരാണ്? ഇനിയൊരു അനിയത്തിയാണോ? ശിശുപാലന്റെ അമ്മയുടെ പേരോ? നോക്കിയിട്ട് വേണം പറയാം. ആവശ്യമില്ല അവിടെ എങ്കിലും
രാജാതിദേവി, കുന്തി, ശ്രുതദേവ, കാരൂഷോ വൃദ്ധശർമ്മ സമഗ്രഹീത്. ദന്തവക്ത്രൻ്റെ അമ്മ. ദന്തവക്ത്രൻ്റെ അമ്മയാണ് ശ്രുതദേവ. മറ്റത് ശ്രുതകീർത്തി കേകയ രാജാവാണ്. കേകയ രാജാവിനെയാണ് വിവാഹം കഴിച്ചത്. രാജാതിദേവി ആവന്തി രാജാവിനെ വിവാഹം കഴിച്ചു. ഓക്കെ. ശ്രുതദേവ എന്നുള്ളത് ദന്തവക്ത്രൻ്റെ അമ്മ, ഭഗവാന്റെ മറ്റൊരു അച്ഛൻ പെങ്ങളാണ്. ഇരിക്കട്ടെ, ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ശ്രുതകീർത്തെ സുതാം ഭദ്രാം ഉപയമേ പിതൃശ്വസുഃ കൈകേയീം പ്രാതിബിർദത്താം കൃഷ്ണഃ സന്ദർദനാദിഭിഃ. ഇപ്പൊ പിതാവിന്റെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ സുതാം കൈകേയീം, മകളായ കൈകേയിയെ, കേകയ രാജാവിന്റെ മകളായതുകൊണ്ടാണ് കൈകേയി എന്നും കൂടി പറയുന്നത്. ആ കൈകേയിയെ സന്ദർദനാദിഭിഹി ഭ്രാതൃഭിഹി ദത്ത, സന്ദർദനൻ മുതലായ ഭ്രാതാക്കളാൽ നൽകപ്പെട്ടവളായിട്ട് ഭദ്രാം കൃഷ്ണ ഉപയമേ, ആ ഭദ്രയെ കൃഷ്ണൻ ഉപയമിച്ചു, വിവാഹം കഴിച്ചു. അപ്പൊ സന്ദർദനാദികൾ എന്നുള്ളത് ഭദ്രയുടെ സഹോദരന്മാരാണ്. അവർക്ക് പിന്നെ മത്സര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ വിചാരിച്ചേ ഉള്ളൂ. രണ്ട് മൂന്ന് ശ്ലോകങ്ങളെ വേഗം കഴിക്കാം. ഇവിടെ കറണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതസ്രവ, ശ്രുതസ്രവസ് എന്നും പറയാം. ഫാൻ ഓഫ് ചെയ്തില്ല. ആവശ്യമില്ലാത്ത ലൈറ്റ് വന്നു. അപ്പൊ ശ്രുതകീർത്തിയുടെ പുത്രിയായ കൈകേയിയെ സന്ദർദനാദിഭിഹി ഭ്രാതൃഭിഹി ദത്താം, സന്ദർദനൻ മുതലായ ഭ്രാതാക്കളാൽ നൽകപ്പെട്ടവളായിട്ട് ആ ഭദ്രയെ കൃഷ്ണൻ ഉപയമേ, കൃഷ്ണൻ ഉപയമിച്ചു. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ഒരേ ഒരു വിവാഹം ഭദ്രയുടെ വിവാഹമാണ്. ഒരു തരത്തിലുള്ള ആർക്കും മനക്ലേശമൊന്നുമില്ലാത്ത, വിഷമമൊന്നുമില്ലാത്ത ഒരു വിവാഹം. ജാമ്പവതി വിവാഹവും ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷെ ജാമ്പവതിക്ക് കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു, അല്ലേ? ആ, ഭദ്രയെ കൃഷ്ണൻ ഉപയമിച്ചു. അപ്പോൾ സന്ദർദനാദികൾ തന്നെ കൃഷ്ണന് കൊണ്ടുവന്നു കൊടുത്തു എന്നറിയാം. യാതൊരു പ്രശ്നവുമില്ലാതെ ദാനം ചെയ്യും പോലെ കൊടുത്തു, ഇങ്ങോട്ട് വന്ന് കൊടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞു. ഭദ്രയുമായിട്ടുള്ള ഭഗവാന്റെ വിവാഹം. 7 വിവാഹമായി. അടുത്തത് സുതാം ച മദ്രാധിപതേഹ
ലക്ഷ്മണാം ലക്ഷണൈര്യുതാം സ്വയംവരേ ജഹാരൈകഃ സസുപർണഃ സുധാമിവ സുതാം ച മദ്രാധിപതേഃ ലക്ഷ്മണാം ലക്ഷണൈര്യുതാം സ്വയംവരേ ജഹാരൈകഃ സസുപർണഃ സുധാമിവ ലക്ഷണൈഹി യുതാം എല്ലാ ലക്ഷണങ്ങളോടും ചേർന്നവളും മദ്രാധിപതേഹേ സുതാം മദ്രരാജാവ് മദ്രദേശത്തിന്റെ അധിപതിയായ അദ്ദേഹത്തിന്റെ രാജാവിന്റെ മകളുമായിട്ടുള്ള ലക്ഷ്മണ എന്ന് പേരുള്ളവളായിട്ടുള്ളവളെ സഹ ഏകഹ സഹ ഇവിടെ ഭഗവാൻ ഏകഹ ഒറ്റയ്ക്ക് ചെന്നിട്ട് സുപർണഃ സുധാം ഇവ സ്വയംവരേ ജഹാര സ്വയംവരത്തിൽ അപഹരിച്ചു കൊണ്ടുവന്നു കന്യാഹരണം ചെയ്തു. ഏതുപോലെ സുപർണഃ സുധാം ഇവ സുപർണൻ സുധയെ പോലെ. സുപർണൻ ആരാണ്? ഗരുഡൻ. സുധ എന്താണ്? അമൃതം. അപ്പൊ ഗരുഡൻ അമൃതം അപഹരിച്ചു കൊണ്ടുവരും പോലെ. അപ്പൊ എന്താ സംഭവം നമുക്കെല്ലാം അറിയാം. ഗരുഡന്റെ അമ്മയായ വിനതയ്ക്ക് അനുജത്തിയായ കദ്രുവിന്റെ ദാസ്യത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ കദ്രുപുത്രന്മാരായ നാഗങ്ങൾക്ക്, സർപ്പങ്ങൾക്ക് അമൃതം കൊണ്ടു കൊടുക്കണം എന്നൊരു വ്യവസ്ഥ പറഞ്ഞു. അങ്ങനെ ആ നാഗങ്ങൾക്ക് അമൃതം കൊണ്ടുവരാനായിട്ട് ഗരുഡൻ സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രനോട് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ആ ഒറ്റയ്ക്ക് ഏകനായ ഗരുഡൻ ഇന്ദ്രാദി ദേവന്മാരോട് യുദ്ധം ചെയ്ത് അവരെല്ലാം തന്റെ ചിറകടി കൊണ്ട് തകർത്ത് കൊക്കും നഖവും ചിറകും ഉപയോഗിച്ചുകൊണ്ട് ദേവന്മാരെയെല്ലാം പരാജയപ്പെടുത്തി ദേവലോകത്ത് നിന്ന് അമൃത കലശവുമായിട്ട് ഗരുഡൻ നാഗങ്ങൾക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തു. മുഴുവൻ കൊടുത്തൊന്നുമില്ല, എവിടെയോ വെച്ചു, പുല്ലിന്റെ മേലിൽ വെച്ചു, ദർഭപ്പുല്ലുകൾ. ആ പുല്ലിൽ വെച്ച് കാണിച്ചു കൊടുത്തു. കഴിക്കാൻ കൊടുത്തൊന്നുമില്ല. ആ പുല്ലുകൾ നക്കിയതുകൊണ്ടാണ് നാഗങ്ങൾക്ക് രണ്ട് നാവായി ദ്വിജിഹ്വന്മാരായി തീർന്നത്. ആ പുല്ലിൽ അമൃതസ്പർശമേറ്റ് പുല്ലിന് നല്ല ബ്ലേഡ് പോലെയുള്ള ബലമുണ്ടാവുകയും അതിൻ്റെ മൂർച്ച കൊണ്ട് സർപ്പങ്ങളുടെ എല്ലാം നാവ് കീറുകയും ചെയ്തു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ദ്വിജിഹ്വന്മാരായി സർപ്പങ്ങൾ തീർന്നു. അമൃതകലശം തിരിച്ച് കൊണ്ടുവരുമ്പോഴാണ് കാളിന്തി തീരത്തൊരു മരത്തിൽ വെച്ചത്, കദംബ വൃക്ഷത്തിൽ വെച്ചത് തിരിച്ച് പിന്നീട് കൊണ്ടുപോയി എന്നും. അപ്പൊ ഈ ഒരു അമൃതകലശവുമായിട്ട് ഗരുഡൻ പല ഭാഗത്ത് ചെന്നിരുന്ന സ്ഥാനങ്ങളാണ് 4 കുംഭമേളകൾ നടക്കുന്ന സ്ഥാനങ്ങളും, അല്ലേ? ഹരിദ്വാറിലും പ്രയാഗയിലും നാസിക്കിലും ഉജ്ജയിനിലും കുംഭം കൊണ്ടുവച്ചത്, അമൃതകലശം കൊണ്ടുവച്ച സ്ഥാനങ്ങൾ. അതുകൊണ്ട് അവിടെയൊക്കെ കുംഭമേള നടക്കുന്നു എന്ന് കഥ. അപ്പൊ എന്തായാലും ദേവന്മാരെ ഒറ്റയ്ക്ക് തോൽപ്പിച്ചു ആര്? ഗരുഡൻ. അതുപോലെയാണ് അവിടെ ഭഗവാൻ തന്നെ എതിർത്ത ആ ലക്ഷ്മണയുടെ വിവാഹ സന്ദർഭത്തിൽ ഏതൊക്കെ രാജാക്കന്മാര് തന്നെ എതിർത്തുവോ അവരെയെല്ലാം ഏകനായി പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവളെ അപഹരിച്ചുകൊണ്ട് ലക്ഷ്മണയെയും കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി എന്ന്. തനിക്ക് അർഹതപ്പെട്ടവളെ ഭഗവാൻ കൊണ്ടുപോകുന്നതാണ് ഈ കഥ. അപ്പൊ ഈ ലക്ഷ്മണയുടെ സ്വയംവരത്തിൽ വിസ്തരിച്ച് കഥയുണ്ട്, പക്ഷെ അത് ഇവിടെ പറഞ്ഞില്ല. ഇവിടെ ഈ ഒരു ഒറ്റ ശ്ലോകം കൊണ്ട് ഒതുക്കി. ഇനി ഈ കഥ പറയാൻ പോണത് 84-ാം അധ്യായത്തിലോ 83-ാം അധ്യായത്തിലോ ആണ്. ാം അധ്യായത്തിൽ 83-ാം അധ്യായം 17-ാം ശ്ലോകം മുതൽക്ക് 83
39 വരെ, 17 മുതൽ 39 വരെയുള്ള 23 ശ്ലോകങ്ങളെ കൊണ്ട് ലക്ഷ്മണയുടെ വിവാഹം 83-ാം അധ്യായത്തിൽ ലക്ഷ്മണ തന്നെ സ്വയം പറയുകയാണ്. അത് നമുക്ക് അവിടെ വിശദമായി കാണാം. ആരോട് പറയുകയാണ്? പാഞ്ചാലിയോട് പറയുകയാണ്. അപ്പൊ അതിനുവേണ്ടി ആ വിവാഹം വർണ്ണിക്കാൻ അവിടേക്ക് മാറ്റി വെച്ചിരിക്കണം, 2 പ്രാവശ്യം ആവർത്തിക്കണ്ട എന്ന് കരുതിയിട്ട്. എന്തുകൊണ്ട് പാഞ്ചാലിയോട് ലക്ഷ്മണയുടെ കഥ പറഞ്ഞു, ഇത്രയും വിശദമായി പറഞ്ഞു, മറ്റുള്ളവരുടെ വിവാഹ കഥയൊന്നും അത്രയ്ക്ക് വിശദമാക്കിയില്ല എന്നാണെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹങ്ങളും ഗംഭീര വിവാഹങ്ങളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് രുക്മിണി സ്വയംവരം മുതലായതൊക്കെ. എങ്കിലും ലക്ഷ്മണയുടെ വിവാഹത്തിന് അർജുനൻ കൂടി മത്സരിക്കാൻ വന്നിരുന്നു. അർജുനന് പോലും ലംഘിക്കാൻ പറ്റാത്ത ലക്ഷ്യത്തെ, ഛേദിക്കാൻ പറ്റാത്ത ലക്ഷ്യത്തെ ഭഗവാൻ വില്ലാളി വീരനായി അസ്ത്രം തൊടുത്ത് ഭേദിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അർജുനനേക്കാൾ എത്രയോ വില്ലാളി വീരനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാനും പാഞ്ചാലിയുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാനുമായിരിക്കാം. അത് പറയുന്നുണ്ട് 19-ാം ശ്ലോകത്തിലും. ഭീമൻ, ദുര്യോധനൻ, കർമ്മൻ, അതുപോലെ പാർത്ഥൻ, ഇവരൊക്കെ വന്ന് മത്സരിച്ചു. ഒരു കൈ അവരുടെ ശക്തി പരീക്ഷിച്ചു നോക്കി. അവർക്കാർക്കും ആ ഒരു വ്യവസ്ഥ പറഞ്ഞ അതിനെ പാലിക്കാൻ പറ്റിയില്ല. എന്താണ് ആ ഒരു മത്സരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യഃ പാർത്ഥേപ്സയാ കൃതഃ അയം തു ബഹിരാച്ഛന്നോ ദൃശ്യതേ സ ജലേ പരം. എങ്ങനെയാണോ ദേവി രാജ്ഞി തവ സ്വയംവരേ പാർത്ഥേപ്സയാ മത്സ്യഃ യഥാ കൃതഃ, പാർത്ഥനെ ഈപ്സിച്ചുകൊണ്ട് അർജുനൻ തന്നെ വരണം, ലക്ഷ്യം ഭേദിക്കണം, അർജുനന് മാത്രം സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം വ്യവസ്ഥയായിട്ട് പാഞ്ചാലി സ്വയംവരത്തിൽ വെച്ചിരുന്നു. അതാണ് പാർത്ഥേപ്സയാ മത്സ്യഃ യഥാ കൃതഃ. എപ്രകാരമാണോ ഒരു മത്സ്യത്തെ ലക്ഷ്യമാക്കി കൽപ്പിക്കപ്പെട്ടത് അല്ലേ?
സോറി, ഓവർലോഡായിട്ടാണോ വേറെ ഷോർട്ട് സർക്യൂട്ടായിട്ടോ ഡ്രിപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാഞ്ചാലി സ്വയംവരത്തിന് ഒരു ലക്ഷ്യം, ഒരു സ്തംഭത്തിൻ്റെ മുകളിൽ കറങ്ങുന്നതായിട്ടുള്ളൊരു ചക്രത്തിൽ ഒരു മത്സ്യത്തെ ലക്ഷ്യമാക്കി വെച്ചിരുന്നു. അത് ചില പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കിയാലേ മത്സ്യത്തെ കാണുള്ളൂ. സ്തംഭത്തോട് ചേർന്ന് നിന്ന് മുകളിലോട്ട് നോക്കുക, എന്തൊക്കെയോ വേണം, അതൊക്കെയാണ് വ്യവസ്ഥ. പക്ഷേ അതേപോലെ തന്നെയുള്ള ഒരു വ്യവസ്ഥയായിരുന്നു ലക്ഷ്മണയുടെ സ്വയംവരത്തിലും. പക്ഷേ അർജുനന് ആ ലക്ഷ്യം കാണാനോ ഭേദിക്കാനോ സാധിച്ചില്ല. അപ്പോൾ അവിടുത്തേലും വെച്ച് വിശേഷമായിട്ടുള്ള ഒരു പ്രത്യേക കറങ്ങുന്ന യന്ത്രത്തിലുള്ള അദൃശ്യമായിട്ടുള്ളൊരു മത്സ്യമാണ്. അതിനെയാണ് ഭഗവാൻ ഞാൻ വലിച്ചു കെട്ടി ഭേദിക്കുന്നത്. അപ്പോൾ അർജുനൻ പരാജയപ്പെട്ടെടുത്ത് അതുപോലെ ഭീമനും എന്താ പറയുക, നകുല സഹദേവന്മാരും അല്ലെങ്കിൽ ദുര്യോധനനും കർണനുമൊക്കെ പരാജയപ്പെട്ടെടുത്ത് ഇതാണ് മാഗധൻ, ചേദിപൻ എന്നൊക്കെ പറഞ്ഞാൽ, മാഗധൻ എന്ന് പറഞ്ഞാൽ ജരാസന്ധൻ, ചേദിപൻ എന്ന് പറഞ്ഞാൽ ശിശുപാലൻ, ഭീമൻ, ദുര്യോധനൻ, കർണൻ, അതുപോലെ അംബഷ്ടൻ എന്ന് പറഞ്ഞ രാജാവ്, അർജുനൻ, ഇവരെല്ലാവരും പരാജയപ്പെട്ടെടുത്താണ് ഭഗവാൻ മാത്രം ഈ ലക്ഷ്യം ഭേദിച്ച് ലക്ഷ്മണയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ കഥ കേൾക്കുന്നതായിട്ടുള്ള പാഞ്ചാലിക്ക് ലോകൈക ധനുർധരനായിട്ടുള്ള അർജുനന്റെ പത്നിയാണ് താൻ എന്നുള്ള അഹങ്കാരം പോയി കിട്ടും. അത് പോക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ആ കഥ നമുക്ക് പിന്നീട് കാണാം. എന്തായാലും ഭഗവാൻ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു എന്നത് 57-ാം ശ്ലോകത്തിൽ പറഞ്ഞു. സുതാം ച മദ്രാധിപതേഃ ലക്ഷ്മണാം ലക്ഷണൈര്യുതാം സ്വയംവരേ ജഹാരൈകഃ സ സുപർണഃ സുധാമിവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അന്യാശ്ചൈവം വിധാ ഭാര്യാഃ കൃഷ്ണസ്യാസൻ സഹസ്രശഃ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃതാശ്ചാരുദർശനാഃ. ഏവം വിധാഃ അന്യാഃ ഭാര്യാഃ സഹസ്രശഃ. ഇപ്രകാരമുള്ള അനേക ഭാര്യമാർ ആയിരക്കണക്കിന് കൃഷ്ണന് ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി? ഭൗമം ഹത്വാ. ഭൗമൻ നരകാസുരൻ, ഭൂമിപുത്രനാണ്. ആ നരകാസുരനെ ഹനിച്ച് തന്നിരോധാത്, അവന്റെ നിരോധത്തിൽ നിന്ന്, നിരോധം എന്ന് പറഞ്ഞാൽ ജയില്, കാരാഗൃഹം, അവന്റെ കാരാഗൃഹത്തിൽ നിന്ന് ചാരുദർശനാഹ, ആ മനോഹരികൾ, നല്ല കണ്ണുള്ള സുന്ദരികൾ ഒക്കെ അർത്ഥം. ആഹൃദാഹ, ആഹരിക്കപ്പെട്ടു, കൊണ്ടുവരപ്പെട്ടു. അപ്പൊ അങ്ങനെ ഭൗമനായ നരകാസുരനെ വധിച്ച് അവന്റെ കാരാഗൃഹത്തിൽ അവൻ അടച്ചു വെച്ചിരുന്ന കന്യകമാർ ആയിരക്കണക്കിന് ഭഗവാൻ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞു. നമുക്ക് ഇവിടെ നിർത്താം. ഹരിയോമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ബാക്കി നാളെ രാവിലെ നോക്കാം. ഹരി ഓം. അപ്പം നരകാസുരവധവും 16,000 കന്യകമാരെ മോചിപ്പിച്ച് വിവാഹം കഴിക്കുന്നതുമായിട്ടുള്ള കഥയാണ്. അത് നാളെ കാണാം. ഹരി ഓം.